ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എസ് ജി സോഷ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 2 മാരേജ്, ഫാമിലി ആൻഡ് കിൻഷിപ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് ഇന്ന് പറയാനുള്ളത് ഫങ്ഷൻസ് ആണ്, ഫങ്ഷൻസ് ഓഫ് ഫാമിലി. നമുക്കറിയാം, കുടുംബം എന്ന് പറയുന്നത് ഒരു സാർവത്രികമായ ഒരു സാമൂഹിക സ്ഥാപനമാണ്. അത് സമൂഹത്തിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഒരു സാർവത്രികമായ സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ സൊസൈറ്റിയുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഫാമിലിക്ക് വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ധർമ്മങ്ങൾ? പൊതുവെ പറയുകയാണെങ്കിൽ നമുക്ക് കുടുംബം എന്ന് പറയുന്നത് മാരേജിലൂടെ ഫോം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ സെക്ഷുവൽ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്ന സാമൂഹിക സ്ഥാപനമാണ് ഫാമിലി. പിന്നെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒരു സപ്പോർട്ട്, കെയർ ഒക്കെ നൽകുന്നത് കുടുംബമാണ്. പിന്നെ അതേപോലെ കുടുംബം വിദ്യാഭ്യാസപരമായ ധർമ്മങ്ങൾ, മതപരമായ ധർമ്മങ്ങൾ, സാമ്പത്തിക ധർമ്മങ്ങൾ, എഡ്യൂക്കേഷണൽ ധർമ്മങ്ങൾ, അങ്ങനെയൊക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് കുടുംബമാണ്. അതേപോലെ റിക്രിയേഷണൽ ഫങ്ഷൻസ്, അതായത് വിനോദവേളകൾ ഒരുക്കി കൊടുക്കുന്നത്, അത്തരം സന്ദർഭങ്ങൾ, മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള സന്ദർഭങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് അതിലെ അംഗങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങളാണ് ചെയ്യുന്നത്. മതപരമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. സാമ്പത്തിക ധർമ്മങ്ങൾ എന്ന് വെച്ചാൽ സാമ്പത്തികമായ ഒരു സപ്പോർട്ട് കുടുംബത്തിലെ അംഗങ്ങൾക്ക് കുടുംബം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ബയോളജിക്കൽ ഫങ്ഷൻ ആണ്. അതായത് ബയോളജിക്കൽ ഫങ്ഷൻ, സൈക്കോളജിക്കൽ ഫങ്ഷൻ, സോഷ്യോളജിക്കൽ ഫങ്ഷൻ, അങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ പറയുന്നത്. അപ്പോൾ ബയോളജിക്കൽ ഫങ്ഷൻ പറയുന്നത് ജീവശാസ്ത്രപരമായ ധർമ്മങ്ങളാണ്. അപ്പോൾ ലൈംഗിക സംതൃപ്തിയും പ്രത്യുൽപാദനവും കുടുംബത്തിൻ്റെ പ്രാഥമിക ധർമ്മങ്ങളിൽപ്പെട്ടതാണ്. സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ, അത് കുടുംബത്തിൻ്റെ പ്രാഥമിക ധർമ്മമാണ്. കുടുംബം ലൈംഗിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. ലൈംഗിക നിയന്ത്രണത്തിന് സഹായിക്കുന്ന ഒരു സാമൂഹിക സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത്. അത് പിന്നെ പ്രത്യുൽപാദനം നടത്തുന്നത് ഒക്കെ എന്താണ്? കുടുംബമാണ്. പ്രത്യുൽപാദനവും കുടുംബത്തിൻ്റെ ധർമ്മമാണ്. മനുഷ്യൻ്റെ കണ്ടിന്യൂറ്റിക്ക്, മനുഷ്യ വംശത്തിൻ്റെ നിലനിൽപ്പിനും തുടർച്ചയ്ക്കും നമുക്ക് എന്താവശ്യമാണ്? കുടുംബം എന്ന സാമൂഹിക സ്ഥാപനം ആവശ്യമാണ്. രണ്ടാമത്തത് പറയുന്നത് സൈക്കോളജിക്കൽ ഫങ്ഷനാണ്, മനഃശാസ്ത്രപരമായിട്ടുള്ള ധർമ്മങ്ങൾ. നമുക്കറിയാം, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. തനിയെ ജീവിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് വേണം? മനുഷ്യന് സ്നേഹവും സഹകരണവും മറ്റ് സഹജീവികളുടെ സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, കുടുംബത്തിലെ അംഗങ്ങൾക്ക് സ്നേഹവും സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ പ്രദാനം ചെയ്യുന്നത് ഈ കുടുംബമാണ്. അപ്പോൾ അത് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ അല്ലെങ്കിൽ കുട്ടികളെ ഒക്കെ വളരെ കരുത്തുള്ള ആളുകളാക്കി ഒക്കെ മാറ്റുന്നത് എങ്ങനെ? ഈ സ്നേഹവും സംരക്ഷണവും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഒക്കെ കൂടിയായി പ്രൊവൈഡ് ചെയ്യുവാൻ ആര് സഹായിക്കുന്നുണ്ട്? ഈ കുടുംബം എന്ന സാമൂഹിക സ്ഥാപനം സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സോഷ്യോളജിക്കൽ ഫങ്ഷനാണ്. നമുക്കറിയാം, സാമൂഹ്യവൽക്കരണം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സാമൂഹ്യവൽക്കരണം, അതായത് സോഷ്യലൈസേഷൻ എന്ന് പറയും. എന്താണ് സോഷ്യലൈസേഷൻ? ഒരു ജനിച്ചു വീണ കുഞ്ഞിനെ ഒരു സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം അഥവാ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഫസ്റ്റ് സോഷ്യലൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് തന്നെ ആരാണ്? അമ്മയാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ അകത്താണ് ആദ്യത്തെ സോഷ്യലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ, മാനദണ്ഡങ്ങൾ ഒക്കെ കുഞ്ഞ് പഠിച്ചെടുക്കുന്നത്, എന്നിട്ടൊരു സാമൂഹ്യ ജീവിയായിട്ട് വാർത്തെടുക്കുന്നത് ആരാണ്? കുടുംബമാണ്. അങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് മാനസികവും ശാരീരികവും വൈകാരികവുമായ കരുത്ത് പകർന്നു നൽകുവാൻ ഈ കുടുംബത്തിന് സാധിക്കുന്നുണ്ട്.
ഒരു കുഞ്ഞിന് തൻ്റെ സ്റ്റേറ്റസും റോളും, പദവി എന്താണ്, പങ്ക് എന്താണ്, സമൂഹത്തിൽ തനിക്കുള്ള സ്റ്റേറ്റസ് ആൻഡ് റോൾ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി തരുന്നത് കുടുംബമാണ്. കുടുംബാംഗങ്ങളാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കുടുംബത്തിലെ അംഗങ്ങളുടെ പെരുമാറ്റ രീതികൾ നിയന്ത്രിക്കുവാൻ കുടുംബത്തിന് സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുടുംബം എന്ത് ചെയ്യുന്നുണ്ട്? കുടുംബത്തിലെ അംഗങ്ങളുടെ മേലെ ഒരു സാമൂഹിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? സമൂഹം പ്രതീക്ഷിക്കപ്പെടുന്ന പെരുമാറ്റ രീതികളോടുകൂടി ആ വ്യക്തി ജീവിക്കുന്നതിന് വേണ്ടിയാണ് സാമൂഹിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അത് പറയുവാണെങ്കിൽ ഒരു മനുഷ്യനെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നത് അവൻ്റെ കുടുംബമാണ്. ഇപ്പം സമൂഹത്തിലെ അംഗം എന്ന നിലയിൽ കുടുംബത്തിൽ അതിലെ അംഗങ്ങളുടെ പെരുമാറ്റ രീതികൾ വാർത്തെടുക്കുന്നു. അതോടൊപ്പം എന്താണ്? കുടുംബത്തിൻ്റെ പാരമ്പര്യം, ആചാരം, വിശ്വാസങ്ങൾ എന്നിവ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതും കുടുംബമാണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സോഷ്യോളജിക്കൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മം ഇത്രയാണ്, 3 കാറ്റഗറി ആയിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാമിലിയാണ്. അതായത് ചില ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ വ്യത്യസ്ത തരമാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അതായത് കുടുംബത്തിൻ്റെ ഘടന അനുസരിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്ട്രക്ചർ, അതോറിറ്റി, അധികാരം, റെസിഡൻസ് എന്ന് വെച്ചാൽ പാർപ്പിടം, പിന്നെ ആൻസിസ്ട്രി അല്ലെങ്കിൽ ഡിസെൻഡ്, വംശപരമ്പര, റിലേഷൻഷിപ്പ്. ഈ 5 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രക്ചർ, അതോറിറ്റി, റെസിഡൻസ്, ആൻസിസ്ട്രി ആൻഡ് റിലേഷൻഷിപ്പ്, ഈ 5 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്ത് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഘടന, സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി. അതെന്താണെന്ന് നോക്കാം. ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, കൂട്ടുകുടുംബ വ്യവസ്ഥ അല്ലേ? പഴയ കാലങ്ങളിലൊക്കെ എന്താണ്, കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് അല്ലേ? കൂട്ടുകുടുംബ വ്യവസ്ഥ. എന്താണ് കൂട്ടുകുടുംബം എന്ന് പറയുന്നത്? അച്ഛൻ, അമ്മ, കുട്ടികൾ, അവരാണ് അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്നത്, പ്രാഥമിക ബന്ധുക്കൾ അല്ലെ? അച്ഛൻ, അമ്മ, കുട്ടികൾ, ഇവർക്ക് പുറമെ മറ്റു കുടുംബാംഗങ്ങളും ഒരുമിച്ച് താമസിക്കുക, ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന ഒരു കുടുംബ വ്യവസ്ഥയാണ് കൂട്ടുകുടുംബം അഥവാ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ഈ ജോയിന്റ് ഫാമിലിയിൽ പിന്നെ ചുരുങ്ങിയത് ഒരു 3 തലമുറകൾ ഉണ്ടായിരിക്കും. അതായത് അച്ഛനും അമ്മയും ഗ്രാൻഡ് പാരൻസ്, പിന്നെ അച്ഛനും അമ്മയും മക്കള്, പിന്നെ ഗ്രാൻഡ് പാരൻസ്, പിന്നെ അതിൻ്റെ കൂടെ എന്തുണ്ടാവും? സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, മാരീഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ചേർന്നിട്ടുള്ള തലമുറകളുടെ ആഴം വളരെ കൂടുതലായിരിക്കും ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ. ഗ്രാൻഡ് പാരൻസ്, അങ്കിൾ, ഓണ്ട് ഇവരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നതായിരിക്കും. മിനിമം എന്ത് വേണം? 3 തലമുറകളെങ്കിലും ഉണ്ടായിരിക്കണം. ചിലപ്പം 5ഉം 6ഉം തലമുറകളുള്ള കുടുംബ വ്യവസ്ഥയാണ് കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. ഈ കൂട്ടുകുടുംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കൂട്ടുകുടുംബത്തിൻ്റെ എന്താണ്? അൺഡിവൈഡഡ് പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാകുന്നത്, കോമൺ പ്രോപ്പർട്ടി. അതായത് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള അവരവർ സമ്പാദിക്കുന്ന സ്വത്തുക്കളൊന്നും ഉണ്ടാവില്ല. ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് മൊത്തമായിട്ട് എന്താണ്? വിഭജിക്കപ്പെടാത്ത പൊതുവായ സ്വത്തുക്കളായിരിക്കും ഉണ്ടാവുന്നത്. അത് നോക്കി നടത്തുന്നത് ആ കുടുംബത്തിലെ എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആയിരിക്കും, മുതിർന്ന പുരുഷ അംഗമായിരിക്കും അത് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ തമ്മിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, ദൃഢമായിട്ടുള്ള, ഇഴയടുപ്പമുള്ള ബന്ധമുണ്ടായിരിക്കും. പിന്നെ അംഗങ്ങൾക്ക് പൊതുവെ കെയർ, സപ്പോർട്ട്, ഗൈഡൻസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഒരു ജോയിന്റ് ഫാമിലിക്ക് സാധിക്കും. പിന്നെ അംഗങ്ങൾ തമ്മിൽ ഒരു പരസ്പര ആശ്രയത്വം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കുന്നതും അതേപോലെ വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും മതപരമായ ചടങ്ങുകളിൽ നടത്തുന്നതും ഒക്കെ എങ്ങനെയായിരിക്കും?
ഈ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് ന്യൂക്ലിയർ ഫാമിലി. അത് സാർവത്രികമായിട്ട് എല്ലാ സമൂഹങ്ങളിലും കണ്ടുവരുന്ന ഒരു രീതിയാണ്. ഇന്നത്തെയൊക്കെ കുടുംബ വ്യവസ്ഥയാണ്. അണുകുടുംബം എന്ന് പറയും. ഈ അണുകുടുംബത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ഇവിടെ ന്യൂക്ലിയർ ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ട്. അച്ഛൻ, അമ്മ, അവിവാഹിതരായ കുട്ടികൾ. വിവാഹം കഴിഞ്ഞ് അവർ വേറെ മാറിയിരിക്കും. അണുകുടുംബത്തിൽ, കൂട്ടുകുടുംബത്തിൽ. അണുകുടുംബത്തിൽ അച്ഛൻ, അമ്മ, അവിവാഹിതരായ കുഞ്ഞുങ്ങൾ മാത്രമാണ് അടങ്ങുന്ന ഒരു കുടുംബ വ്യവസ്ഥയാണ് എന്ത് പറയുന്നത്? അണുകുടുംബം എന്ന് പറയുന്നത്. ഈ അണുകുടുംബത്തിൽ 2 തലമുറകൾ മാത്രമേ ഉണ്ടായിരിക്കും. ഗ്രാൻഡ് പാരൻസ് ഒന്നും ഉണ്ടാവില്ല, മുത്തശ്ശനും മുത്തശ്ശിയൊന്നും ഉണ്ടാവില്ല. 2 ജനറേഷൻ മാത്രമുള്ള ഒരു ഫാമിലിയാണ്. 3ാമത്തെ തരമാണ് പറയുന്നത് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഇതും എന്താണ്? ഒരു തരം ജോയിന്റ് ഫാമിലി തന്നെയാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി. അപ്പോൾ ഈ ജോയിന്റ് ഫാമിലിയിൽ വെർട്ടിക്കലായിട്ട്, അതായത് പിന്നെ തലമുറകളുടെ ആഴം കൂടുതലായിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. പക്ഷേ എക്സ്റ്റെൻഡഡ് ഫാമിലിക്ക് പലപ്പോഴും എന്താണ് ഹൊറിസോണ്ടലായിട്ടായിരിക്കും അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അത് വികസിക്കുന്നത് എക്സ്റ്റെൻഡ് ആയിട്ടായിരിക്കും. അപ്പോൾ ഇതിൽ അച്ഛൻ, അമ്മ, കുട്ടികൾ, അതോടൊപ്പം ഗ്രാൻഡ് പാരൻസ്, പിന്നെ അച്ഛൻ്റെയൊക്കെ സഹോദരങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരങ്ങൾ, അവരുടെ ജീവിത പങ്കാളികൾ, കുട്ടികൾ ഒക്കെ അടങ്ങുന്നത്, അതായത് പിന്നെ അങ്കിൾ, ആണ്ട് ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബ വ്യവസ്ഥയാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഇതും എന്താണ്? ഇതും ഒരു ജോയിന്റ് ഫാമിലിയുടെ കാറ്റഗറിയിൽ പെട്ടതാണ്. അപ്പോൾ ജോയിന്റ് ഫാമിലിയിൽ പറഞ്ഞതുപോലെ തന്നെ അംഗങ്ങൾക്ക് കെയർ, സപ്പോർട്ട് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റിലീജിയസ് ഫങ്ഷൻസ്, റിക്രിയേഷണൽ ഫങ്ഷൻസ് ഇതൊക്കെ അവർ ഒരുമിച്ചിട്ടാണ് അതിലൊക്കെ പങ്കാളികളാവുന്നത്. അപ്പോൾ ഘടനയുടെ അടിസ്ഥാനത്തിലുള്ള ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, എക്സ്റ്റെൻഡഡ് ഫാമിലി കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് അതോറിറ്റിയുടെ, അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പാട്രി ആർക്കൽ ഫാമിലി ആൻഡ് മാട്രി ആർക്കൽ ഫാമിലി. അതെന്താണ് പാട്രി ആർക്കൽ ആൻഡ് മാട്രി ആർക്കൽ ഫാമിലി എന്ന് നോക്കാം. അതായത് പാട്രി ആർക്കൽ ഫാമിലി എന്ന് പറയുന്നത് പിതൃദായ പാട്രി എന്ന് പറയുന്നത് എന്താണ്? ഫാദറാണ്. അപ്പോൾ പാട്രി ആർക്കൽ ഫാമിലി എന്ന് പറയുന്നത് പിതൃദായ കുടുംബം എന്ന് പറയാം. പിതൃദായ കുടുംബം എന്താണ്? ഈ പിതൃദായ കുടുംബം, കുടുംബത്തിന്റെ അധികാരം മുതിർന്ന പുരുഷ അംഗത്തിൽ നിക്ഷിപ്തമായിരിക്കും. എൽഡസ്റ്റ് മെയിൽ മെമ്പറിലായിരിക്കും കുടുംബത്തിന്റെ അധികാരം, അതോറിറ്റി നിലനിൽക്കുന്നത്. അതാണ് അതോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പാട്രി എന്ന് പറയുന്നത് കൊണ്ട് ആൺമക്കളിലൂടെയാണ് അധികാരവും സമ്പത്തും കൈമാറ്റം ചെയ്യുന്നത്. മെയിൽ ലൈനിലൂടെ, സ്ത്രീകൾക്കല്ല പുരുഷന്മാരിലൂടെ അല്ലെങ്കിൽ ആൺമക്കളിലൂടെയാണ് സ്വത്തും അധികാരവും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. പിന്നെ ഫാമിലി പ്രോപ്പർട്ടി എൽഡസ്റ്റ് മെയിൽ മെമ്പറാണ് കൺട്രോൾ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ആ വ്യക്തിയായിരിക്കും, മുതിർന്ന പുരുഷാംഗമാണ് അത് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. അതുപോലെ റിലീജിയസ് സെറിമണീസിൻ്റെ എല്ലാം നേതൃത്വം നൽകുന്നതും ഈ എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് മാട്രി ആർക്കൽ ഓർ മദർ സെൻറ്റേർഡ്. മറ്റേതെന്താണ്? ഫാദർ സെൻറ്റേർഡ് ആണ്. മാട്രി ആർക്കൽ ഫാമിലി അത് നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കുടുംബത്തിന്റെ അധികാരം, സ്വത്തിന്റെ ഉടമസ്ഥാവകാശം, അതായത് അതോറിറ്റി ആൻഡ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി കുടുംബത്തിലെ മുതിർന്ന സ്ത്രീയിൽ നിക്ഷിപ്തമായിരിക്കും. പിന്നെ സമ്പത്ത് പെൺമക്കളിലൂടെയാണ് കൈമാറ്റം ചെയ്യുന്നത്. മദേഴ്സ് ലൈനിലാണ് സമ്പത്തൊക്കെ കൈമാറ്റം ചെയ്ത് പോകുന്നത്. അമ്മയായിരിക്കും കുടുംബത്തിന്റെ ഹെഡ് ഓഫ് ദി ഫാമിലി, മദർ ആയിരിക്കും. ഈ ഒരു മാട്രിയാർക്കൽ ഫാമിലിയിൽ ഹസ്ബൻഡ്, വിവാഹത്തിന് ശേഷം ഹസ്ബൻഡ് വൈഫിൻ്റെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. അത് എക്സാമ്പിളായിട്ട് നമുക്ക് കേരളത്തിലുള്ള നായർ കമ്മ്യൂണിറ്റീസ് മാട്രിയാർക്കൽ ഫാമിലിക്ക് എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ മറ്റ് ചില ട്രൈബ്സൊക്കെ അതുപോലെയുള്ള ഈ ഒരു കുടുംബം രൂപീകരിക്കുന്നുണ്ട്.
അപ്പോൾ ആ 2 കാറ്റഗറി കഴിഞ്ഞു, സ്ട്രക്ചറും അതോറിറ്റിയും. ഇനി റെസിഡൻസിന്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റെസിഡൻസ് എന്ന് പറയുമ്പോൾ വാസസ്ഥലം അല്ലെങ്കിൽ പാർപ്പിടത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ പാട്രി ലോക്കൽ ഫാമിലി, മാട്രി ലോക്കൽ ഫാമിലി, അവൻകു ലോക്കൽ ഫാമിലി, നിയോ ലോക്കൽ ഫാമിലി 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ടേം മലയാളത്തിൽ നിങ്ങൾ പഠിക്കേണ്ട, ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചാൽ മതി. കാരണം ടേംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ പാട്രി ലോക്കൽ നോക്കാം. എന്താണ് പാട്രി ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്? വിവാഹശേഷം ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആ ഒരു സമ്പ്രദായമാണ് പാട്രി ലോക്കൽ ഫാമിലി. ഇനി മാട്രി ലോക്കൽ, മാട്രി എന്ന് പറയുമ്പോൾ മദറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാട്രി ലോക്കൽ എന്ന് പറയുമ്പോൾ, മാട്രി ലോക്കൽ ഫാമിലി എന്ന് പറയുമ്പോൾ വിവാഹശേഷം ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്ന വ്യവസ്ഥയാണ് മാട്രി ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് അവൻകു ലോക്കൽ ഫാമിലി. അവൻകു ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൻകു ലോക്കൽ റെസിഡൻസ് എന്ന് പറയുന്നത്, വിവാഹശേഷം ഭാര്യയും ഭർത്താവും എവിടെയാണ് താമസിക്കുന്നത്? ഭർത്താവിൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വീട്ടിൽ താമസിക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നത് ഏതാണ്? നിയോ ലോക്കൽ റെസിഡൻസ്. നിയോ എന്ന് പറയുമ്പോൾ ന്യൂ, പുതിയത്. ഹസ്ബൻഡിൻ്റെ കുടുംബത്തിലോ വൈഫിൻ്റെ കുടുംബത്തിലോ അല്ലാതെ പുതിയ ഒരു വാസസ്ഥലത്തേക്ക് വിവാഹശേഷം മാറുന്ന ആ ഒരു സമ്പ്രദായമാണ്. അതിനെയാണ് നിയോ ലോക്കൽ റെസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ആൻസിസ്ട്രി അല്ലെങ്കിൽ വംശ പരമ്പരയെ ബേസ് ചെയ്തുകൊണ്ട് പാട്രി ലീനിയൽ ഫാമിലി ആൻഡ് മാട്രി ലീനിയൽ ഫാമിലി. അപ്പോൾ ആ ഒരു ഈ കുറേ ടേംസ് വരുന്നുണ്ട്. അപ്പോൾ ആ ടേംസ് ഒക്കെ ശരിക്കൊന്ന് പഠിച്ചു വെച്ചോളാം. അപ്പോൾ ബേസ്ഡ് ഓൺ ഡിസെൻഡ് ഓർ വംശ പരമ്പരയെ അടിസ്ഥാനമായിട്ടുള്ള. മാട്രി ലീനിയൽ എന്ന് പറഞ്ഞാൽ പിതൃദായകം എന്ന് പറയും. അപ്പൊ പിന്തുടർച്ചയും, അതായത് ഇൻഹെറിറ്റൻസും ഡിസെൻഡ് റൂൾസും ഓരോ കുടുംബത്തിലും ഓരോ സമൂഹത്തിലും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള വംശ പരമ്പര തുടരുന്നതിനെ കുറിച്ചുള്ള നിയമങ്ങളുണ്ട്. അപ്പം ഇൻഹെറിറ്റൻസും ഡിസെൻഡ് റൂളും പിന്തുടർച്ചയും വംശ പരമ്പര നിയമങ്ങളും ഏതിലൂടെയാണ്? അച്ഛനിലൂടെ കൈമാറ്റം ചെയ്യുന്ന കുടുംബമാണ് പാട്രി ലീനിയൽ ഡിസെൻഡ് അല്ലെങ്കിൽ പാട്രി ലീനിയൽ ഫാമിലി എന്ന് പറയുന്നത്. വംശ പരമ്പരയും പിന്തുടർച്ചയും അച്ഛനിലൂടെ തുടരുന്ന ഒരു വ്യവസ്ഥയാണ് പാട്രി ലീനിയൽ ഫാമിലി. സ്വത്ത് അച്ഛൻ്റെ ശേഷം, മരണശേഷം എന്താണ്, ആൺമക്കൾക്ക് കൈമാറുന്നു. ഇപ്പോൾ ഒരു രാജ കുടുംബത്തിലൊക്കെ എന്താണ്, രാജ ഭരണത്തിൽ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ എൽഡസ്റ്റ് സണ്ണിനാണ് കിരീടാവകാശം, അല്ലേ? അപ്പൊ കിരീടം ആൺകുട്ടിക്കാണ് കൈമാറുന്നത്. നെക്സ്റ്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മാട്രി ലീനിയൽ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വംശ പരമ്പര അല്ലെങ്കിൽ ഡിസെൻഡ് മെയിൽ ലൈൻ, ഫീമെയിൽ ലൈനിലൂടെ അല്ലെങ്കിൽ അമ്മയിലൂടെ വംശ പരമ്പര തുടരുന്ന കുടുംബത്തെയാണ് മാട്രി ലീനിയൽ ഫാമിലി എന്ന് പറയുന്നത്. സ്ത്രീകളിലൂടെയാണ് സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ അതാണ് പാട്രി ലീനിയൽ ആൻഡ് മാട്രി ലീനിയൽ. നെക്സ്റ്റ് വരുന്നത് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എഫൈനൽ അല്ലെങ്കിൽ കോൺജുഗൽ റിലേഷൻ, കോൺജുഗൽ ഫാമിലി. രണ്ടാമത്തത് കോൺസാൻഗ്യൂനസ് ഫാമിലി. എഫൈനൽ അല്ലെങ്കിൽ കോൺജുഗൽ എന്ന് പറയുന്നത് വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കുടുംബമാണ്. വിവാഹബന്ധം വഴി ഉണ്ടാകുന്ന കുടുംബമാണ് കോൺജുഗൽ ഫാമിലി എന്ന് പറയുന്നത്. വിവാഹം എന്ന് അതായത് ഹസ്ബൻഡ്, വൈഫ്, അത് അവരടങ്ങുന്നതാണ്, കുട്ടികൾ അടങ്ങുന്നതാണ് കോൺജുഗൽ ഫാമിലി എന്ന് പറയുന്നത്. രണ്ടാമത്തത് കോൺസാൻഗ്യൂനസ് ഫാമിലി. ഒരേ രക്തബന്ധമുള്ള ആളുകൾ ചേർന്ന് രൂപം കൊള്ളുന്ന കുടുംബത്തെയാണ് കോൺസാൻഗ്യൂനസ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അവിടെ പ്രാധാന്യം വരുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിനല്ല, രക്തബന്ധത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഭാര്യയും ഭർത്താവും കുട്ടികളും മാത്രമല്ല,
അതിൽ എന്തുണ്ടാവും, ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും, സഹോദരങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ബ്ലഡ് റിലേഷൻഷിപ്പിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഒരേ രക്തബന്ധമുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് രൂപം കൊള്ളുന്ന കുടുംബത്തെയാണ് കോൺസാങ്ഗ്യൂനസ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്സ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഇതിൽ ഫ്ലോ ചാർട്ടായിട്ട് വരച്ച് അങ്ങനെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഇനി വരുന്നത് മാരേജ് ആൻഡ് ഫാമിലിയിൽ ഉണ്ടായ ചേഞ്ചസ് ആണ്. ഓക്കെ, താങ്ക് യു.